وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാട്ട് നാം പഠിപ്പിച്ചിട്ടില്ല, പദ്യം ഗാനം. വമാ യൻബഗി ലഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആവശ്യമുള്ളതും അല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ, പിന്നെയോ ഇത് ഒരു സ്മരണയാണ്, മാത്രമല്ല സ്പഷ്ടമായ വ്യക്തമായ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ അതൊരു പാട്ടല്ല എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. കാരണം അറബികൾ സാധാരണയായി പാട്ട് പാടൽ സ്വാഭാവികമായിരുന്നു. പാട്ട് പാടിക്കൊണ്ടായിരുന്നു അവർ അവരുടെ മനോവികാരങ്ങളെയും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയും വ്യക്തമാക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാട്ടുകാരനായിരുന്നില്ല. അതെങ്ങനെ പറയാൻ കാരണം, അങ്ങനെയാണെങ്കിൽ സാധാരണയായ അറബികളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു സാഹിതിയാണ്, ഒരു ലിറ്ററേച്ചറാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കൂടെ ചേർന്നു ഒരു ഖുർആൻ കൊണ്ടുവന്നു പറയാൻ ഇടവരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതേസമയത്ത് നല്ല പാട്ടുകൾ നാം പാടുന്നതിനോ അല്ലെങ്കിൽ കേൾക്കുന്നതിനോ തെറ്റില്ല. പക്ഷേ ഹറാമായ പാട്ടുകളാണെങ്കിൽ അത് പാടരുത്, അത് കേൾക്കാനും പാടില്ല. രണ്ടും തെറ്റാണ്. പാട്ട് പാടുന്ന ഹറാമായ അള്ളാഹു നിഷിദ്ധമാക്കിയ പാട്ടുകൾ പാടുന്നത് വഴി ഒരുപാട് പ്രശ്നങ്ങളും മുസീബത്തുകളും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഇത് പ്രത്യേകിച്ചും പറയാൻ കാരണം, ഇന്ന് എവിടെ കല്യാണ വീട് നോക്കിയാലും പാട്ടാണ്, ഗാനമേളമാണ്, പെണ്ണുങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കലാണ്. അങ്ങനെ ചെയ്താൽ സഹോദരന്മാരെ അതിൻ്റെ പരിണത ഫലം വളരെ ഭീകരമാണ്. ഒരു ഹദീസ് ഈ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുംസഖു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഫീ ആഖിരി സമാനി ഖിറദതൻ വ ഖനാസീർ. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആൾക്കാരെ ഖിയാമത്ത് നാളാകുമ്പോൾ കൊരങ്ങന്മാരായിട്ടും പന്നികളുടെയും രൂപത്തിൽ കോലം മറിക്കാനുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അലൈസ യശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു ഏകനാണെന്നും അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും അവരെ അംഗീകരിക്കാത്തവരാണോ നബിയെ? അതുകൊണ്ട് ഇതിനെ പനിഷ്മെന്റ് ആയിട്ട് അവരെ കോലം മറിക്കുകയാണോ, രൂപം മറിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നു, ഖാല ബലാ, അതേ അവർ അംഗീകരിക്കുന്നവരാണ്. അവർ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നവരാണ്, അള്ളാഹു ഒരുവനാണെന്നും അവർ അംഗീകരിക്കുന്നവരാണ്. മാത്രമല്ല പിന്നെയോ യസൂമൂന വയസല്ലൂന വയഹജ്ജൂന, അവർ നന്നായി നോമ്പ് പിടിക്കുന്നവരുമാണ്, അവർ നിസ്കരിക്കുന്നവരുമാണ്, വേണമെങ്കിൽ 2, 3, 4 ഹജ്ജ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവരാണ്, നല്ല ഒറിജിനൽ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. എന്നാലും അവരുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അവർ കോലം മറിയും, അവർ ഇവിടെ പ്രകമ്പനം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അവർ ഭൂമുഖത്തുണ്ടെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഫിത്നയും ഉണ്ടാകും. സഹാബത്ത് ചോദിച്ചു, ഫമാ ബാലുക്കും, എന്നാൽ ഇത്രയും നല്ല ആൾക്കാരായിട്ടും പിന്നെന്താണ് നബിയെ അവർ ഭൂമുഖത്തുണ്ടാകുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രൂപം മറിക്കലും ഉണ്ടാവൽ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇത്തഖദുൽ മആദിബ വദ്ദുഫൂഫ വൽ ഖീനാത്ത്, അവരുടെ പ്രശ്നം എന്താണ്?
അവർ പാട്ട് പാടുന്നു, പാട്ട് പാടുന്ന പെണ്ണുങ്ങളെയും കൊണ്ട് അവർ പെണ്ണുങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കുന്നു, സംഗീത ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കുന്നു, ഹാർമോണിയം അതുപോലെ മറ്റു ഉപകരണങ്ങളും വെച്ച് അവരിവിടെ പാട്ട് പാടുന്നു. അള്ളാഹു അനുവദിക്കാത്ത കാര്യം, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അമിതമായി ആടുന്നവൻ, പാടുന്നവൻ, രസിക്കുന്നവൻ അവനെ അള്ളാഹു ഇഷ്ടപ്പെടൂല. അത് മകളുടെ കല്യാണമാണെങ്കിലും മകന്റെ കല്യാണമാണെങ്കിലും വീട് കൂടിയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത നിലയ്ക്ക് നാം സന്തോഷിച്ചാൽ പടച്ചറബ് ഇഷ്ടപ്പെടുന്നതല്ല. അവരോ കുടിയിലും അനാവശ്യത്തിലും കളിയിലുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അവർ പിറ്റേ ദിവസം ആ രാത്രി സന്തോഷത്തോടെ അവർ കടന്നുറങ്ങുന്നു. രാത്രി മധ്യരാത്രി വരെ അവർ ആടിപ്പാടി കടന്നുറങ്ങുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ പന്നികളുടെയും കുരങ്ങന്മാരുടെയും രൂപത്തിലായി രൂപം മറിയുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഒരവസ്ഥ എന്റെ സമുദായത്തിന് വരുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇന്ന് പെണ്ണ് പാട്ട് പാടൽ വലിയ പ്രശ്നമായി കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിൽ അത് വലിയ കാര്യമായിരിക്കുകയാണ്. അങ്ങോട്ട് പറയാനും പറ്റാതെ ഇങ്ങോട്ടത് മിണ്ടാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലായി ഈ സമുദായം അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വിഷമമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇതൊന്നും അത്ഭുതമല്ല. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ ഈ സമുദായത്തിൽ വരും. അവർ പാട്ട് പാടും, ചെറുപ്പക്കാരെയും യുവാക്കളെയും അവർ പാട്ട് കൊണ്ട് മയക്കും. അങ്ങനെ പാട്ടിനെ കേൾക്കുമെന്ന് മാത്രമല്ല, അത് ഉല്ലസിക്കുകയും രസിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം വരും. അത് വരാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല. ഇതിനു മുമ്പും ഒരുപാട് സമുദായങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ മുമ്പത്തെ ആൾക്കാർ സാലിഹീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ പാട്ട് പാടിയതാണോ? കഴിഞ്ഞു പോയ പെണ്ണുങ്ങൾ ഇവിടെ പാട്ട് പാടിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇവിടെ മറ്റു വേളകളും അതുപോലെ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളും ഇതിനു മുമ്പ് 1400 വർഷമായി ഇസ്ലാം ഇവിടെ വന്നിട്ട്, എന്നാൽ ഒരൊറ്റ പെണ്ണും സ്റ്റേജിൽ കയറിയിട്ടില്ല. ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം ഇന്ന്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ അവസ്ഥ വരാൻ ഇനി സമയം കൂടുതലില്ല എന്ന് അറിയിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാർ ആരും അത്തരം ഒരു അനാവശ്യത്തിൽ പെട്ടുപോകരുത്. പെട്ടുപോയാൽ നാമും ആ പ്രശ്നത്തിലായി പോകും. മാത്രമല്ല, കല്യാണ വീടായാലും ഏത് വീടായാലും അള്ളാഹു അനുവദിക്കാത്ത ഇത്തരം കാര്യം ഞാൻ ചെയ്യാനേ പാടില്ല. ഒരു പക്ഷേ ചെയ്താൽ ഞാൻ വലിയ നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ ഹജ്ജിന് പോയ ആളാണ്, ഞാൻ മുസ്ലിയാരാണ്, ഞാൻ മറ്റവനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിരിക്കലോ ദുനിയാവിൽ രൂപം മറിയും, ഒന്നിരിക്കലോ ദുനിയാവിൽ അവന്റെ രൂപം ചേഞ്ച് ആവും. അല്ലെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ, ഖബറിലെത്തുമ്പോൾ ഇതിന്റെ പ്രയോജനം സഹോദരന്മാർ, എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും, എത്ര സദഖ കൊടുത്തവനാണെങ്കിലും, എത്ര നല്ല കാര്യത്തിന് സഹായിച്ചവനാണെങ്കിലും പടച്ച റബ്ബ് വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇത് നമ്മുടെ മനസ്സിൽ വേണം.